എന്നാലും അമ്മ പപ്സ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞപ്പോ ഇത്ര സൂപ്പറാവെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. സംഭവം എന്തായാലും കലക്കിണ്ട്, നല്ല ക്രിസ്പി എഗ് പപ്സ്. അമ്മക്ക് ഞാൻ തന്നെ ഇവിടെ കുറച്ച് മുട്ട കൊടുന്നുണ്ട്. ഇത് പിടിച്ചേ, ഇത് വെച്ചിട്ട് അമ്മ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരണം. എഗ് പപ്സ് ഉണ്ടാക്കിയല്ലോ, അത് പൊളിക്കും. അപ്പൊ വേഗം വാ, നമുക്ക് കുക്കറിൽ ഉണ്ടാക്കാം. അപ്പൊ ഒന്നുകൂടി പൊളിക്കും. അപ്പൊ അതിനായിട്ട് നമുക്ക് അതിന് മൈദ ഒരു ബൗളിലേക്ക് ഇടാം. ആവശ്യത്തിന് ഉപ്പിടണം, കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കുഴക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചു വെക്കുക. ഇനി നമുക്കിത് ചെറിയ ബോളുകളാക്കിയിട്ട് എടുത്ത് ബോൾസ് ചെറുതായി പരത്തിയിട്ട് ഈ എണ്ണയിൽ വെക്കാം. അതിനാവശ്യമായ സവാള വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഏലും കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് മസാലപ്പൊടി ഇടാം. ഈ മസാലയ്ക്ക് കരിങ്കോഴിയുടെ മുട്ട ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവ് പരത്തി മടക്കി അങ്ങനെ 3 പ്രാവശ്യം മടക്കി എടുക്കാം. ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. ഒരു പീസ് മുട്ട വെച്ച് കൊടുക്കാം. 4 ഭാഗത്തുനിന്ന് ഇങ്ങനെ നൈസിൽ വയ്ക്കാം. ബട്ടർ ഉരുക്കി വെച്ചിട്ടുണ്ട്, അത് ഇതുമ്മ കുറച്ച് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഓയിൽ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇത് ഓരോന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് 30 മിനിറ്റ് സ്ലോ കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ പപ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിച്ചു നോക്കാം. അപ്പൊ അമ്മ വേന പിടിച്ച നമ്മുടെ അടിപൊളി പപ്സ്, സൂപ്പർ ടേസ്റ്റ് അല്ല. സംഭവം നമ്മുടെ ഹോം മെയ്ഡ് സോസിലും ഒക്കെ മുക്കി തിന്നാൻ സംഭവം വേറെ ലെവലായിട്ടമ്മേ.